കായംകുളം നഗരസഭയിൽ ആരംഭിക്കുന്ന അമൃത് 2.0 പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിലെ പദ്ധതികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു. കായംകുളം നഗരസഭയിലെ 44 വാർഡുകൾക്കും ശുദ്ധജലം ലഭിക്കുന്നതിനായി ആരംഭിച്ച ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. കായംകുളം നഗരസഭയിൽ ആരംഭിക്കുന്ന അമൃത് 2.0 പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിലെ പദ്ധതികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു. കായംകുളം നഗരസഭയിലെ 44 വാർഡുകൾക്കും ശുദ്ധജലം ലഭിക്കുന്നതിനായി ആരംഭിച്ച ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതിന്റെ ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത്. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഹൈവേക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതെ ആഴ്ചകളോളം വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഹൈവേയുടെ പണിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഹൈവേയുടെ റോഡ് ഓടയ്ക്ക് വേണ്ടി JCB വെച്ച് തുരക്കുമ്പോൾ അവർക്കിത് എവിടെയുണ്ടെന്ന് അറിയാതെ തന്നെ അത് പൊട്ടിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിയിലൊക്കെ തന്നെ ഞാനടക്കം പോയി 12 മണി രാത്രി വരെ അവിടെ കുത്തിയിരുന്ന് അത് ചെയ്യിച്ച് ആളുകൾക്ക് വെള്ളം എത്തിക്കേണ്ട ഒരു ഗതികേടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് 60 വർഷം പഴക്കമുള്ളതാണ് മിക്ക പൈപ്പ് ലൈനുകളും, പുതിയതല്ലാത്തതല്ല. അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അടിക്കടി നമ്മുടെ പൈപ്പ് ലൈനുകളിലൊക്കെ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അത് മാറുന്നതിന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചിലവാണ് വരുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് അമൃത് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പദ്ധതി വരികയും നമ്മൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷിക്കുകയും നമുക്ക് 19,60 ലക്ഷം രൂപയാണ് നമുക്ക് അമൃത് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അനുവദിക്കപ്പെട്ടത്. അനുവദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു. ഒരു വാർഡിലേക്ക് 100 കുടുംബത്തിന് കുടിവെള്ള കണക്ഷൻ കൊടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രോജക്റ്റും വെച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഹൈവേയുടെ പണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കല്ലുമൂട്ടിയിലെ വാട്ടർ ടാങ്ക് അതിൻ്റെ കുറച്ച് സ്ഥലം ഹൈവേക്ക് വേണ്ടി എടുക്കുകയും അതുപോലെ അതിൻ്റെ കുറ്റവെള്ളം വരെയുള്ളതും അങ്ങനെ കുറച്ച് സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ആ വാട്ടർ ടാങ്ക് കൊണ്ട് ഗുണമില്ലാതെ വന്നു. ആ വാട്ടർ ടാങ്കും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് സംഭരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ പ്രോജക്റ്റ് റിവൈസ് ചെയ്തു. അവിടെ ഒരു പുതിയ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് 10 കോടിയോളം രൂപ അതിനുവേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. അതാണ് നമ്മുടെ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് നിൽക്കുന്ന നമ്മുടെ പഴയൊരു കെട്ടിടം അവിടെ ഉണ്ട്. അതിനിപ്പുറത്തോട്ട് മാറ്റി പുതിയൊരു കെട്ടിടം നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം സംഭരിക്കാൻ കഴിയുന്ന വലിയൊരു ടാങ്കാണ് നമ്മൾ പണിയുന്നത്. 10 കോടിയോളമാണ്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുപോലെ അങ്ങോട്ട് ടെൻഡറിന് വെച്ച്, പക്ഷേ രണ്ടും പോകാതെ വന്നു. അതുകൊണ്ട് ഇത്രയും നീണ്ടുപോയത്. അല്ലേ ഇത് കഴിഞ്ഞ വർഷം തന്നെ ഈ പ്രോജക്റ്റ് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നതായിരുന്നു. ജലസംഭരണിയിൽ നിന്നുള്ള ജലവിതരണ മെയിനിന്റെ ഗാർഹിക കണക്ഷനുകൾ നൽകുവാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുകയായിരുന്നു. നിലവിൽ ആരംഭിക്കുന്ന ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കുവാനുള്ള പ്രവൃത്തി കായംകുളം PH സെക്ഷൻ ഓഫീസ് പരിസരത്തുള്ള കോമ്പൗണ്ടിന് പുറത്തുനിന്നും ട്രാൻസ്മിഷൻ മെയിൻ സ്ഥാപിച്ച് തുടങ്ങി ചേരാവള്ളി ലെവൽ ക്രോസിന് സമീപം തെക്കുവശത്ത് റെയിൽവേ ലൈൻ ജാക്ക് ആൻഡ് പുഷ് രീതിയിൽ ക്രോസ് ചെയ്തു വരുന്ന രീതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ 10 കിലോമീറ്റർ 160 mm വലിപ്പമുള്ള വിതരണ പൈപ്പ് സ്ഥാപിക്കൽ, നഗരസഭയിലെ വിവിധ വാർഡുകളിലായി 1760 ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകൽ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ആരംഭിക്കുന്ന 15 LL ഉന്നതതല ജലസംഭരണിക്ക് സാങ്കേതിക അനുമതി ലഭിക്കുകയും ഇത് ടെൻഡറിംഗ് ഘട്ടത്തിലുമാണ്. ടെൻഡറിംഗ് നടപടികൾ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ഇതിന്റെ പ്രവൃത്തിയും ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KPSC ജംഗ്ഷനിൽ നിലവിലുണ്ടായിരുന്ന വാട്ടർ ടാങ്ക് പൊളിച്ച സാഹചര്യത്തിൽ അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 കോടിയോളം രൂപ വിനിയോഗിച്ചാണ് പുതിയ ടാങ്ക് നിർമ്മിക്കുന്നത്. നഗരസഭയിലെ 40 വാർഡുകളിലേക്കുമായി ഒരു വാർഡിന് 40 എണ്ണം എന്ന അനുപാതത്തിൽ ഏകദേശം 1760 കുടിവെള്ള കണക്ഷനുകൾ നൽകാനാണ് പദ്ധതി. നഗരസഭ വാർഡ് 22-ൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ വൈസ് ചെയർമാൻ J. ആദർശ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശവനാഥ്, കൗൺസിലർമാരായ ഷെമി മോൾ, സൂര്യ ബിജു, സുകുമാരി, അമൃത കോർഡിനേറ്റർ ജയശ്രീ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വാർഡിലെ ജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി സനിൽ S. കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.